ഹായ് സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ഒരു പുതിയ വീഡിയോയുമായിട്ടാണ് വന്നേക്കുന്നത്. ഇന്ന് നമ്മൾ റിയാദിലുള്ള സൂയിലാണ് വന്നേക്കുന്നത്. അതായത് കാഴ്ച ബംഗ്ലാവിലാണ് നമ്മൾ വന്നേക്കുന്നത്. അവിടുത്തെ കാഴ്ചകളും മറ്റുള്ള കാര്യങ്ങളും ഇന്ന് നമ്മൾ കാണിക്കുന്നതായിരിക്കും. നമ്മളിപ്പോൾ അകത്തോട്ട് കയറിയതേ ഉള്ളൂ, ആ ഗേറ്റ് കടന്ന്. ഇന്ന് ടിക്കറ്റ് ഫ്രീ ആയത് കാരണം എല്ലാവർക്കും ഇന്ന് സുഖമായിട്ട് കയറാവുന്നതാണ്. ടിക്കറ്റിൻ്റെ ആ ബാർകോഡ് മാത്രം സ്കാൻ ചെയ്ത് അത് കയറിയാൽ മതി. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഉള്ളിൽ ചെന്നിട്ട് നമുക്ക് കാണുന്നതായിരിക്കും. നമുക്ക് കണ്ടു മടങ്ങി വരാം. ഓക്കെ, ഓക്കെ. സൂവിലെ കാഴ്ചകളാണ്. സൂവിലെ ഇന്ന് ഇവിടെ ഒരു ഇതുണ്ട്, നമുക്ക് കണ്ട് മടങ്ങി വരാം. ഇവിടുത്തെ കാഴ്ചകളാണ്. ഇവിടെ കുറച്ച് കൊക്കുകൾ ഇരിപ്പുണ്ട്. ഒരുപാട് ആളുകളുണ്ട് ഇവിടെ കാണാൻ വേണ്ടിയിട്ട്. നമുക്ക് അടുത്ത എന്താണെന്ന് നമുക്ക് നോക്കിപ്പോവാം. നല്ല രസമാണിത് കാണുന്നതിന്. ഹായ് ബോസ്. ഹായ്, ഹൗ ആർ യു? ഫൈൻ. ഇതുപോലത്തെ പല വെറൈറ്റിയിലുള്ള കാര്യങ്ങളുണ്ട്. ഇത് കൊക്കാണിത്. നീളമുള്ള കാലുകൾ, നല്ല പിങ്ക് കളറിലുള്ള ചുണ്ടുകൾ, ഇവയൊക്കെയുള്ള നല്ല നീളമുള്ള കൊക്കാണിത്. നമുക്ക് നല്ല കാഴ്ചകളാണ് ഇവിടെയുള്ളത്, ഈ കാഴ്ച ബംഗ്ലാവിലുള്ളത്. തുടക്കമാണ്. മുന്നോട്ട് നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ട് നിങ്ങൾ ഈ വീഡിയോ വിജയിപ്പിക്കേണ്ടതാണ്. നല്ല കാഴ്ചകൾ മുന്നോട്ട് കാണുന്നതായിരിക്കും. ഇതൊരു ഡോൾഫിൻ്റെ പടമാണ്. ഇതൊരു വെച്ചേക്കുന്ന ഇങ്ങനെ ഒരു ഡെമോ വെച്ചേക്കുന്നതാണ്. ഇതിൻ്റെ ഉള്ളിലാണ് ഇത് കാണാനുള്ളത്. നമുക്കത് കണ്ടുവരാം. അത് ഒരുപാട് ആളുകൾ നിൽപ്പുണ്ട് ഇത് കാണാനായിട്ട്. നമുക്കതിൻ്റെ അടുത്തേക്ക് പോയി കാണാം. ഇത് ഒരെണ്ണമുണ്ട്, രണ്ടെണ്ണം ഉണ്ട്. പക്ഷേ കാണാൻ കഴിയുന്നില്ല. ഇത് നമുക്ക് ഗ്ലാസ്സിനകത്തൂടെ ആകുമ്പോഴത്തേക്ക് നമുക്ക് കാണാനായിട്ട് കഴിയുന്നില്ല. പക്ഷേ നേരിട്ടിത് കാണാൻ കഴിയും. നമുക്ക് മുമ്പേ ഇത് കാണാൻ സാധിച്ചില്ല. ഇപ്പം നല്ല ക്ലിയർ ആയിട്ട് ഡോൾഫിനെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എൻ്റെ മേളിൽ കയറിയിരിക്കുവാണ്. ഈ വെള്ളത്തിൽ നിന്ന് മാറി കരയിലേക്ക് ഇത് കയറിയിരിക്കുവാണ്. കാണാൻ നല്ല ഭംഗിയാണ്. കണ്ണാടി കൂടാണ് എൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്നത്. കണ്ണാടിയാണ്. അപ്പോൾ അതുകൊണ്ട് എത്ര വ്യക്തമായിട്ടിത് കിട്ടുമെന്ന് എനിക്കറിയില്ല. അത് 5-6 എണ്ണം ഉണ്ട്, 6-7 എണ്ണം ഉണ്ട്. ചെറിയ കുഞ്ഞുങ്ങൾ, വലുത്, വലിയ ഡോൾഫിന്, ഇതെല്ലാം ഉണ്ട്. കാണാൻ നല്ല മനോഹരമാണ്. അതിന് ഒരുപാട് ആളുകളുണ്ട് ഇവിടെ കാണാനായിട്ട് ഇവിടെ നിൽക്കുന്നത്. ഈ സൈഡിൽ 2-3 ടൈഗറുണ്ട്. ആ മരത്തിലൊക്കെ കയറി നിൽപ്പുണ്ട്. പക്ഷെ അത് കാണാനായിട്ട് പറ്റുമെന്ന് അറിയത്തില്ല. ഗ്ലാസിൻ്റെ ഇതിൽ ഇവിടെ മരത്തിൻ്റെ ചുവട്ടിൽ ഒരു ടൈഗർ കിടപ്പുണ്ട്. പക്ഷേ അത് കാണാൻ കഴിയുന്നില്ല. അത് ഗ്ലാസ് ഇട്ട കാരണം അത്രമേ വ്യക്തമായിട്ട് കിട്ടുമെന്ന് തോന്നുന്നില്ല. പിന്നീട് ആ സൈഡിലും ഒരു ടൈഗർ കിടപ്പുണ്ട്. ഈ സൈഡിൽ അത് കാണാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. എന്നാലും അത്ര ക്ലിയർ ആയിട്ട് കിട്ടുമെന്ന് തോന്നുന്നില്ല. ആ സൈഡിൽ ഒരെണ്ണം കിടപ്പുണ്ട്. പിന്നെ ഈ മരത്തിൻ്റെ അവിടോട്ട് ഒരെണ്ണം വരുന്നുണ്ട്. ഗ്ലാസ്സിനകത്തായതുകൊണ്ട് നമുക്ക് അത്ര വ്യക്തതയോടുകൂടി കിട്ടുകയില്ല.
ടൈഗറാണ് ഉള്ളത്. ഇത് നല്ല ഇതായിട്ട് വരുന്നുണ്ട്. ടൈഗർ ഇപ്പം കാണാൻ കഴിയുന്നുണ്ട്. നല്ല വ്യക്തതയോടുകൂടി ഇപ്പം കാണാൻ കഴിയുന്നുണ്ട്. 6 ടൈഗറോളം ഉണ്ട്. നല്ല വ്യക്തതയോടുകൂടി ഇപ്പം നല്ല രീതിയിലായിട്ട് കാണാൻ കഴിയുന്നതായിരിക്കും. ഇത് ആഫ്രിക്കൻ ചീറ്റയാണ് ഈ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അത് ഇവിടെ ഒരു 5-6 എണ്ണം കാണുന്നു. നോർത്തേൺ ആഫ്രിക്ക ഇവിടെ കിടക്കുന്നത് കാണുന്നത്. പക്ഷെ അത് കണ്ണാടിയിൽ കൂടി ആകുമ്പോഴത്തേക്ക് ക്യാമറയ്ക്കകത്ത് പിടിക്കുമ്പോൾ ഒരുപാട് വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. കാണാൻ നമുക്ക് വ്യക്തതയോടുകൂടി കാണാനായിട്ട് സാധിക്കുകയില്ല. ഇത് ഒരുപാട് പേരുണ്ട് ഇങ്ങനെ കാണാനായിട്ട്. ഇവിടെ കാഴ്ച ബംഗ്ലാവില് ഒരുപാട് പേരുണ്ട് കാണാനായിട്ട്. നല്ല രസമാണ്. ഇപ്പൊ നമ്മൾ കാണാനായിട്ട് പോകുന്നത് ഈ ചെമ്മരിയാടുകളെയാണ്. ഒരുപാടെണ്ണം ഉണ്ട് ചെമ്മരിയാടുകള്. കാണാൻ നല്ല രസമാണ്. നമുക്ക് തൊട്ടടുത്ത് തന്നെ നിന്ന് കാണാൻ പറ്റും. അവിടെ അവര് കൈയിടുന്നതും അതിന് തലോടുന്നതും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. അവയുടെ കൂടാണ് ഈ കാണുന്നത്. അവയ്ക്ക് വെള്ളം കുടിക്കാനുള്ള കുളവും കാര്യങ്ങളും എല്ലാം ഇവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നു. ചെമ്മരിയാടിന്റെ രൂപമാണ്. വലുതും ചെറുതുമായിട്ടുള്ള ഒരുപാട് ചെമ്മരിയാടുകൾ ഇവിടെയുണ്ട്. ലാമ വലുതും ചെറുതുമായ ഉള്ള ഒരുപാടുണ്ട്. ഇവിടെ കുട്ടികൾ ഇതിനെ കൊടുക്കുന്നതും എല്ലാം കാണാൻ കഴിയും. തീറ്റകൾ കൊടുക്കുന്നതും എല്ലാം കാണാൻ കഴിയുന്നുണ്ട്. ചെറിയ ചെമ്മരിയാടുകളാണ് ഈ വരുന്നത്. വലുത് ഒരെണ്ണമുണ്ട്. ഇവിടെ വലുത് നമുക്ക് കാണാൻ കഴിയും. നല്ല രസമാണ്. ഇതുപോലെ തലോടി അറബി അതിനെ തലോടി നല്ല രീതിയിലായിട്ട് അതിനെ സ്നേഹിക്കുന്നു. നല്ല കാണാൻ നല്ല രസമാണ്. ആളുകളുടെ ഓരോരുത്തരുടെ അടുത്തേക്കാണ് ഇത് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ചെമ്മരിയാട്ടും കൂട്ടം ഇതിനെ കാണാൻ നല്ല അഴകും നല്ല രസവുമാണ് ഇതിനെ കാണാൻ. അതുകൊണ്ടാണ് ആൾക്കാർ ഏറ്റവും കൂടുതലായി ഇവിടെ ഒരുപാട് പേർ പിടിച്ചു കൊടുത്തിട്ടുണ്ട്. അവർക്കിടയിലൂടെയാണ് ഞാൻ ഈ വ്ലോഗ് ചെയ്യുന്നത്. കാലാവസ്ഥ ശകലം ചൂടായതിനാൽ ഇവിടെ നമുക്ക് ഭയങ്കര ചൂട് അനുഭവപ്പെടുന്നുണ്ട് ഈ ഇവിടെ നിൽക്കുമ്പോൾ. കാരണം ഇത് രാവിലെ 8:30 മുതൽ വൈകിട്ട് 4 മണി അല്ലെ 4:30 വരെ ഉള്ളൂ ഇതിനകത്തേക്ക് പ്രവേശിക്കുന്നതിനുള്ള എൻട്രി. അത് കഴിഞ്ഞാൽ പിന്നെ ഇത് ക്ലോസ് ചെയ്യും.
4:30യോടുകൂടി ഇത് ക്ലോസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇതെല്ലാം കണ്ടു തീർത്ത് മടങ്ങുകയും ചെയ്യണം. സഹോദരങ്ങളെ, ഇവിടുത്തെ മറ്റൊരു കാഴ്ചയാണ് ഈ കാഴ്ച ബംഗ്ലാവിലെ മറ്റൊരു കാഴ്ചയാണ് ഇവിടുത്തെ ആനകൾ. 2 എണ്ണം ഉണ്ട്, 2 ആനയുണ്ട്. നമ്മുടെ നാട്ടിലത്തെ പോലെയല്ല, ഇത് ആഫ്രിക്കൻ ആനകളാണ്. ഇത് കാണാൻ രസമാണ്. കൊച്ചുകുട്ടികൾക്ക് ഇത് നല്ലൊരു കാഴ്ചയായിരിക്കും. അവർക്ക് പഠിക്കുവാനും അവർക്ക് കാണുവാനും ഒക്കെയുള്ള കാഴ്ചകളാണ് ഇവിടെ ഈ സൂവിൽ ഒരുക്കിയിരിക്കുന്നത്. നല്ല കാഴ്ചയാണ്. ഇവിടുത്തെ റിയാദിലെ സൂവിലാണിത് വെച്ചേക്കുന്നത്. രണ്ട് ആനകളുണ്ട്. ആനയ്ക്ക് കുളിക്കുവാനും മറ്റുള്ള സൗകര്യങ്ങളും എല്ലാം ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിനുള്ള സൗകര്യങ്ങളാണ് ഈ കുളങ്ങളും ഈ വെള്ളച്ചാട്ടവും എല്ലാം ഏർപ്പെടുത്തിയേക്കുന്നത്. ഇവിടെ അതിനുള്ള സൗകര്യങ്ങളെല്ലാം അതിന് ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഒരുപാട് ആളുകളെ കാണാൻ കഴിയും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു കാഴ്ച ബംഗ്ലാവ് ആയിക്കൊണ്ട് ഒരുപാട് ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട്. ടിക്കറ്റ് ഫ്രീ ആണ്. പക്ഷേ ടിക്കറ്റിൻ്റെ ഇവിടെ വന്നതിന് ശേഷം അല്ലെങ്കിൽ നമ്മൾ സൈറ്റിനകത്തൂടെ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന രീതിയിലായിട്ട് തന്നെ ബുക്ക് ചെയ്യണം. പക്ഷെ അതൊരു ഫ്രീ ആണ്. എത്ര ദിവസത്തിനുണ്ടെന്ന് അറിയില്ല. പക്ഷെ എന്നാലും ഇപ്പോൾ ഫ്രീ ആണ്. ഇവിടെ ഒരുപാട് ആളുകൾ ഇവിടെയുണ്ട് കാണാനായിട്ട്. നല്ല ഒരു എൻ്റർടൈൻമെൻ്റ് ആണ്. കുടുംബസമേതം വന്ന് കാഴ്ചകൾ കണ്ട് രസിച്ച് മടങ്ങുവാൻ ഒരുപാടേറെ സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇവിടുത്തെ ഗവൺമെൻറ്. റിയാദിലെ ഈ സൂവിൽ നല്ല രസമായ കാഴ്ചകളാണ് ഇവിടെ ഒരുക്കിയേക്കുന്നത്. സൗദിയുടെ ഗവൺമെൻറ്, അതായത് സൗദിയുടെ രാജഭരണം എന്ന് പറയുന്നത് നല്ല ഒരു രാജഭരണമാണ്. ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യൂറോപ്യൻ സ്റ്റൈലിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന കൾച്ചറാണ് ഇവിടെ കണ്ടുകൊണ്ടുമിരിക്കുന്നത്. ഒരുപാട് ഫ്രീഡങ്ങളും നല്ല രീതിയിലായിട്ട് ഇവിടെ ആസ്വദിച്ച് നമുക്ക് ഓരോ കാര്യങ്ങൾ ഇവിടെ ഓരോ രീതികളായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ സൂവിലായിക്കോട്ടെ, നമ്മൾ മറ്റ് സ്ഥലങ്ങളിലായിക്കോട്ടെ, എവിടെയും പോയി കഴിഞ്ഞാൽ ഒരുപാടേറെ മാറ്റങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നതാണ്. ഇതൊരു ഹിപ്പോപ്പൊട്ടാസ് ആണ്. ചെറിയ ഒരെണ്ണമാണ്. പക്ഷേ ചൂട് കൂടിയ കാരണം, വെയിലിൻ്റെ കഠിനമായ ചൂട് ഇവയ്ക്കൊന്നും താങ്ങാൻ കഴിയുന്നില്ല. കുഞ്ഞ ഒരെണ്ണമാണ്, ചെറുതാണ്. നല്ല രസമാണ് ഇതിനെയും കാണാൻ ഇവിടെ സാധിക്കുന്നത്. പ്രകൃതിയിലെ ഓരോരോ ജീവജാലങ്ങളുടെയും ഓരോ വർണ്ണനകളിലൂടെയാണ് ദൈവം ഓരോന്നിനെയും സൃഷ്ടിച്ചേക്കുന്നത്. അത് കണ്ട് ആസ്വദിക്കാൻ എത്ര മനോഹരമാണ്.